ഹായ് എവരിവൺ, വെൽക്കം ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7 കോണ്ടിനെൻറ്റുകളെ പറ്റിയിട്ടാണ്. ഭൂമിയിൽ നിലവിലുള്ള 7 ഭൂഖണ്ഡങ്ങളെ പറ്റിയിട്ട് നോക്കാം. ഒരു മാപ്പിൻ്റെ സഹായത്തിലൂടെ വളരെ എളുപ്പത്തിൽ നമുക്ക് ആ കോണ്ടിനെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് പഠിക്കാം. ഒന്നാമതായി നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റ്, രണ്ടാമതായി സൗത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റ്, പിന്നെ യൂറോപ്പ് കോണ്ടിനെൻറ്റ്, പിന്നെ ആഫ്രിക്ക, അതിനുശേഷം അന്റാർട്ടിക്കൻ കോണ്ടിനെൻറ്റ്, പിന്നീട് ഏഷ്യ, അതിനുശേഷം ഓസ്ട്രേലിയൻ കോണ്ടിനെൻറ്റ്. ഇവയാണ് 7 കോണ്ടിനെൻറ്റ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റ്, സൗത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റ്, യൂറോപ്യൻ കോണ്ടിനെൻറ്റ്, ആഫ്രിക്കൻ കോണ്ടിനെൻറ്റ്, അന്റാർട്ടിക്കൻ കോണ്ടിനെൻറ്റ്, ഏഷ്യൻ കോണ്ടിനെൻറ്റ്, ഓസ്ട്രേലിയൻ കോണ്ടിനെൻറ്റ്. ഇവയുടെയൊക്കെ ഒരു ചെറിയ പ്രത്യേകതകളും കൂടി നമുക്ക് പറഞ്ഞു പോകാം. അതായത് ഏഷ്യയാണ് ഏറ്റവും വലിയ കോണ്ടിനെൻറ്റ് എന്ന് പറയുന്നത്, ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ് ഓഫ് ദ വേൾഡ്. രണ്ടാമതായി സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെൻ്റ് ആണ് ആഫ്രിക്ക എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായി പറയുകയാണെങ്കിൽ യൂറോപ്പ് എന്ന് പറയുന്നത് ഏഷ്യയുടെ വെസ്റ്റ് സ്ഥിതി ചെയ്യുന്ന കോണ്ടിനെൻ്റ് ആണ്. അതുപോലെ തന്നെ നോർത്ത് അമേരിക്ക എന്ന് പറയുന്ന കോണ്ടിനെൻറ്റ്, നമുക്കറിയാം US, കാനഡ പോലുള്ള രാജ്യങ്ങൾ നോർത്ത് അമേരിക്കയിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ സൗത്ത് അമേരിക്കയിലാണ് ബ്രസീൽ, അർജൻറ്റീനയൊക്കെ വരുന്നത്. ഇനി അന്റാർട്ടിക്കയുടെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇത് ഐസ് കൊണ്ട് കവേർഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്, അല്ലെങ്കിൽ ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉള്ളത്, നമുക്കറിയാം. പിന്നീടുള്ളതാണ് ഓസ്ട്രേലിയൻ കോണ്ടിനെൻറ്റ്. ഓസ്ട്രേലിയൻ കോണ്ടിനെൻറ്റ് എന്ന് പറയുന്നത് ഏറ്റവും സ്മോളസ്റ്റ് കോണ്ടിനെൻറ്റ് ആണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോയിലൂടെ നമ്മൾ 7 കോണ്ടിനെൻറ്റുകൾ ഏതാണെന്ന് ഒരു മാപ്പിൻ്റെ സഹായത്തോടെ വളരെ എളുപ്പത്തിൽ പഠിച്ചു. താങ്ക്